നൂറ ടോപ്പ് ഫൈവിലെത്തി. ഇനി അതിലൂടെ എത്തിയാൽ മതി. ടിക്കറ്റ് ഫിനാലയിലൂടെ നൂറ ടോപ്പ് ഫൈവിലെത്തി. ടോപ്പ് ഫൈവിലേക്ക് നമ്മൾ എത്താമെന്നൊക്കെ പറഞ്ഞാൽ ആ ടോപ്പ് ഫൈവിന് ഒരാഴ്ച മുമ്പ് ഞാനൊക്കെ അനുഭവിച്ച അനുഭവം എന്നുള്ളത് നമ്മൾക്ക് ഇത്രയും പുറത്ത് സപ്പോർട്ടുണ്ടെന്നോ കാര്യങ്ങളുണ്ടെന്നോ നമ്മൾ അറിയുന്നില്ല. അറിയാണ്ട് നമ്മുടെ നമ്മൾ ടോപ്പ് ഫൈവ് ഉണ്ടാവും എനിക്ക് മനസ്സിൽ ഉണ്ടാവുന്ന ഒരു സംഘടിപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരെല്ലാവരും കാത്തി കെട്ടിട്ട് ഞാൻ ഒരാൾ വിൻ ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്നൊരു രോഗമായിരിക്കും. ഇതിൻ്റെ വിന്നറായിട്ട് ആ ഫ്ലോറിൽ നിന്നപ്പോഴത്തേന് ലാലേട്ടൻ കൈ പിടിച്ച് ചേർത്തിയപ്പോഴെന്നാണ് ജിന്നയ്ക്ക് തോന്നുന്നത്. ഞാൻ ആ കൈ വെച്ച് എല്ലാവരും കൈ വിൽക്കുക അതൊന്നും ചെയ്തല്ല ഞാൻ ചെയ്തത്. അപ്പം വിൻ ചെയ്ത് അപ്പം തന്നെ ഞാൻ മുക്കിട്ട് വീഴായിരുന്നു. ഞാൻ ആ ഭൂമി അടക്കം വഴങ്ങായിരുന്നു. ഈ ലോകത്തിൽ എല്ലാവരും അടക്കം വഴങ്ങായിരുന്നു. കാരണം ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ച് നടക്കില്ല. മനസ്സിലായോ? അത് ആരും വിചാരിച്ചാൽ നടക്കില്ല. അത് ജനങ്ങൾ വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്കറിയാം. ജനങ്ങൾ എന്നെ വിജയിപ്പിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞു ദേവത്തോട് ഞാൻ കാണുന്നവരും നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചപ്പോൾ ലാലേനെ എത്തിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത്. കാരണം അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഈ വിന്നർ അവിടെ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ ആ സന്തോഷം അല്ലെങ്കിൽ ആ ഫീലിംഗ് എനിക്ക് അടുക്കാൻ പറ്റില്ല. അത് തിരിച്ചു വന്ന് ഞാൻ അർജുനെ കെട്ടിപ്പിടിച്ച് ഞാൻ അത്ര ഇതായിരുന്നു. അത് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ബിഗ് ബോസിൽ ഇപ്പം ഇറങ്ങിയ ആൾക്കാർ ചോദിച്ചല്ലോ നിങ്ങൾ എന്തിനാണ് എന്നെ വിശ്വസിക്കണം, ഞാൻ നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് അത് ഞാൻ ആലോചിക്കണം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഓക്കെ. ഞങ്ങൾ ഗെയിം ജയിച്ചാണോ ഗെയിമായിട്ട് കൂട്ട്. ഏതായാലും 8 പേരുണ്ട്, ഒരാൾ വിന്നറാവും. അപ്പോൾ വിന്നറാവുന്ന ആ ഒരു മത്സരാർത്ഥിയോട് എന്താണ് പറയാനുള്ളത്? വിന്നറാവുന്ന വിജയിക്കുന്ന ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം അതേ ഇറങ്ങട്ടെ. അല്ല, മത്സരാർത്ഥി ഒരാൾ വിന്നറാവുമല്ലോ. എനിക്ക് എൻ്റെ പേഴ്സണലുള്ള കാര്യം ഞാൻ ഒരു മുൻ ബിഗ് ബോസ് വിന്നർ എന്ന നിലയിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടോ വിന്നറിന്? അല്ല, വിന്നറെന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും വിശ്വസിക്കരുത്. എല്ലാവരും ആരും വിശ്വസിക്കാറില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ സമയം തീരുമാനം എടുക്കാൻ ചെറിയ ഒരാൾക്കാർ തീരുമാനം പറ്റുന്ന ആൾക്കാരെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരെ തീരുമാനം ചിലപ്പോൾ നല്ലതാണെന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും താഴെ വരുന്ന ആൾക്കാർക്ക് തീരുമാനം നല്ലത്. പക്ഷേ ഈ രണ്ട് തീരുമാനം എടുക്കരുത്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോയ്സ് ചെയ്യണം നമ്മൾ തീരുമാനം. അത് നമുക്ക് സക്സസ്.